ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വെച്ചാൽ ഗൈസ് കുറച്ച് അപ്ഡേറ്റ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഗൈസ് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ റോഡ്രിയെ സ്വന്തമാക്കാൻ ഇപ്പം റയൽ മാഡ്രിഡ് മുമ്പോട്ട് വന്നിട്ടുണ്ടെന്ന് കുറച്ച് റൂമറൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും എത്രമാത്രം സത്യം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ഇപ്പോൾ റോഡ്രിയെ സ്വന്തമാക്കാൻ റയൽ മുമ്പോട്ട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ മാഞ്ചസ്റ്റർ സിറ്റി താരമായ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് താരം കൂടാണ് റോഡ്രി. എന്തായാലും ഒരു സൂപ്പർ പ്ലെയർ തന്നെയാണ്. ബാലൻഡിയറോ ഒക്കെ കിട്ടിയ താരമാണ്. എന്തായാലും നമ്മളിനി റയലിൽ വരുമോ ഇല്ലയോ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും കുറച്ച് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം. ഗൈസ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് താരം കമൻറ്റ് ചെയ്യണേ. ഗൈസ് അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഗൈസ് കെവിൻ ഡി ബ്രൂയിനെ ഇപ്പം നാപ്പോളിയൻ ട്രെയിനിങ് സെഷനിൽ വന്നിട്ടുണ്ട്. പരിക്കൊക്കെ മാറി. താരത്തിനൊരു പരിക്ക് പറ്റിയായിരുന്നു ഒരു മാസം മുമ്പ്. എന്തായാലും ഒരു 1-2 മാസമായെന്ന് തോന്നുന്നു. താരം റെസ്റ്റ് എടുക്കുമായിരുന്നു. ഇപ്പം താരം തിരിച്ച് ക്യാമ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്തായാലും ഒന്ന് താരം കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ഒക്കെ ചെയ്തേക്കണേ. ഗൈസ് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഗൈസ് ഡേവിഡ് കറ്റാല പുറത്താക്കാനായോ ഇല്ലയോ എന്ന് ഇപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഡേവിഡ് കറ്റാല ഇപ്പം വന്നിട്ട് 8 മത്സരമാണ് കളിപ്പിച്ചത്. അത് 5 കളി തോറ്റുകയും 3 ജയിച്ചിട്ടുള്ളൂ. ആ 3 സൂപ്പർ കപ്പിലാണ്. ഐസിൽ ഇതുവരെ ഡേവിഡ് കറ്റാലയ്ക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല. താരത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല. പ്ലേയേഴ്സ് എല്ലാം നമ്മുടെ പുത്തൻ ഫുൾ ഫോറിൻ സ്ക്വാഡും പുത്തനാണ്. ഇപ്പം താരത്തെ കളയുമൊന്നും അറിയത്തില്ല. ഇനിയും 2-3 കളിയും കൂടെ തോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഡേവിഡ് കറ്റാലെ കോച്ചിൻ്റെ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കി പുത്തൻ ആരെയും നോക്കുമായിരിക്കും. അപ്പം ഗൈസ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് ആരെ കമൻറ്റ് ചെയ്യണേ. അപ്പം ബൈ.